എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ എത്രയോ വലിയൊരു സ്പാൻ ആണെന്ന് നമുക്കറിയാം. ആ കാലം മുഴുവൻ നമുക്കൊപ്പം മോഹൻലാൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ തലമുറകൾ മാറി മറിഞ്ഞു വന്നു. ഏറ്റവും പുതിയ ജെൻസിയും കഴിഞ്ഞ് ജെൻ ആൽഫയും എത്തുമ്പോൾ അവിടെയും മോഹൻലാൽ പ്രിയങ്കരനാണ്. ഒരു കുടുംബത്തിൽ അച്ഛനും മകനും മകൻ്റെ മകനും ഒക്കെ പ്രിയങ്കരനായിരിക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്കും മകൾക്കും മകളുടെ മകൾക്കും ഒക്കെ പ്രിയങ്കരനായിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ താരങ്ങൾക്കും ലഭിക്കുന്നൊരു ഭാഗ്യമല്ല. പക്ഷേ ആ ഭാഗ്യം മോഹൻലാലിനുണ്ട്. ഇപ്പോഴും അദ്ദേഹം അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും മികച്ച 3 ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററുകളിൽ മോഹൻലാലിൻ്റെതായി എത്തിയത്. ഏറ്റവും മികച്ച കളക്ഷനാണ് ആ 3 ചിത്രത്തിനും ലഭിച്ചത്. അങ്ങനെ ഒരു വലിയ റെക്കോർഡിൻ്റെ കൂടി ബലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഏറ്റവും വലിയ പുരസ്കാരം, ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി മോഹൻലാലിനെ തേടി എത്തുന്നത്. വിവരങ്ങളാണ് നമുക്ക് മനു ഭരതും ഒപ്പം ഹരികൃഷ്ണനും നൽകിയത്. ഇനി ഈ ദിവസത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഗാസയിൽ 2 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. വടക്കൻ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ സിം മഹ്മൂദ് യൂസഫ് അബു അൽഖിർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസ സിറ്റി ഇസ്രായേൽ സേന പൂർണ്ണമായി വളഞ്ഞു. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇതിൻ്റെ സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നു. ഇത് തീർക്കുക, ഇല്ലാതാക്കുക എന്നതിലേക്കാണോ ഇപ്പോൾ പോകുന്നത്? ശ്രീജ, തീർച്ചയായും ഗാസ ഇപ്പോൾ തന്നെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ ദയനീയമായ കാഴ്ചകൾ ആണ് ഗാസയിൽ നിന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അങ്ങനെ അംഗഭംഗം സംഭവിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും ആക്രമണം കടുക്കുക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇസ്രയേൽ ഗാസയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അന്ത്യശാസനത്തിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ കരയാക്രമണവും ഒരുപോലെ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒരു പക്ഷേ നാളെ രാവിലെ ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ഗാസയെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ എന്നതാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുമുള്ള ഒരാക്രമണം ഇനിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. ആ ആക്രമണം ഗാസയെ തരിപ്പണമാക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം അന്താരാഷ്ട്ര ഇടപെടലുകൾ ഒന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ ആക്രമണത്തിന് ഊർജം പകരുന്ന സമീപനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി അമേരിക്ക $6.4 ബില്യൺ ആയുധ ഇടപാടിന് വേണ്ടി അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. അതിനിടെ എടുത്തു പറയേണ്ടത് ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ശബ്ദവും ഇപ്പോൾ ശക്തമാകുന്നു എന്നതും വസ്തുതയാണ്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളുണ്ട്. അത് ഇസ്രായേൽ അതിർത്തികളിൽ ആണ്. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനത തന്നെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതും ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം മുഖവിലേക്ക് എടുക്കുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത നിലപാട് തന്നെയാണ്. അതായത് അവസാന ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ ഈ ദൗത്യം അവസാനിപ്പിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതിനിടെ ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ ചില ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ എന്നുള്ളതാണ്. അത് പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചയല്ല, മറിച്ച് യുദ്ധത്തിന് ശേഷമുള്ള ഗാസ, ആ ഗാസയെ ആര് നിയന്ത്രിക്കും, ആര് ഭരിക്കും, എങ്ങനെയാണ് ഗാസയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ആണ് ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് പ്രധാനമായും ഈ ഗാസ ഏതാണ്ട് ഹമാസിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ്റെ നിയന്ത്രണം എന്നത് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലാണ് അതിപ്പോൾ ആധിപത്യം പുലർത്തുന്നത്. അതേസമയം ഇസ്രായേൽ ഏറ്റെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് പലസ്തീന് തന്നെ ഗാസയെ നൽകുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തുക. അപ്പോൾ അവിടെ ഒരു ഇടക്കാല ഭരണ സംവിധാനം വേണം. അത് അങ്ങേയറ്റം ദുഷ്കരമാകുന്ന ഒന്നാണ്. നമുക്ക് വളരെ കൃത്യമായി പറയേണ്ടത് ഗാസ എന്നത് ഇന്നൊരു തരിപ്പണമാക്കപ്പെട്ട പ്രദേശം. അതായത് മുഴുവൻ കെട്ടിടങ്ങളും തകർന്നു വീഴുന്ന സാഹചര്യം. ഏതാണ്ട് 90% കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതിൽ ആശുപത്രി കെട്ടിടങ്ങൾ കൂടി കടന്നു വരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമാകുന്ന സാഹചര്യം.
ഇപ്പോൾ ഈ ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനത, അതും എടുത്തു പറയേണ്ടത് ഗാസയുടെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% യുവാക്കൾ ആണ്. 18 വയസ്സ് പ്രായമൊക്കെ വരുന്ന യുവാക്കളാണ്. 40% മുകളിൽ 14 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. അപ്പോൾ എവിടെ ആക്രമണം നടത്തിയാലും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആ ആക്രമണത്തിന് ഇരകളാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്നത് ജിനോസൈഡ്, അല്ലെങ്കിൽ ഒരു വംശഹത്യയാണ് എന്ന് യു എൻ നിയോഗിച്ച ഏജൻസി കൂടി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. ഗാസ ഇല്ലാതാവുക എന്നത് തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും പുതിയ നീക്കങ്ങളിലൂടെയൊക്കെ വ്യക്തമാവുന്നുമുണ്ട്. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഇന്ത്യക്ക് US നൽകിയ ഇരുട്ടടിയിലേക്കാണ്. H-1B വിസയ്ക്ക് പ്രതിവർഷം $1,00,000 അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ നീക്കം H-1B വിസയുടെ പ്രധാന ഗുണഭോക്താക്കളായ ഇന്ത്യൻ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കും. നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാനും അതിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണ് ഈ നിർദ്ദേശം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഇന്ത്യയിൽ നിന്നാണ് US എത്തുന്നത്. പ്രധാനപ്പെട്ട IT കമ്പനികൾക്കെല്ലാം ആ തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽസിനെ അവർ അവിടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയെ ഏറ്റവും മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ US ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നിലവിൽ തന്നെ പിഴച്ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ സംസാരങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് അതിന് പിന്നാലെ ഇങ്ങനൊരു ഇരുട്ടടി കൂടി. എന്താണ് US ഉദ്ദേശിക്കുന്നത്? ശ്രീജ പറഞ്ഞതുപോലെ ഒരു ഇരുട്ടടി തന്നെയാണ് ഇന്ത്യക്ക് മേൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. H-1B വിസയിൽ അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ആൾക്കാരിൽ 70% ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതായത് H-1B വിസയ്ക്ക് ഓരോ കമ്പനികൾ, ഏത് കമ്പനിയാണോ തൊഴിലാളികളെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നത്, അവർ $1,00,000, അതായത് 88 ലക്ഷം ഇന്ത്യൻ ഡോളർ അമേരിക്കയിൽ കെട്ടിവെക്കണം. അതിനുശേഷം മാത്രമേ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അമേരിക്കയിലേക്ക് ജോലിക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ $80,000 ഒരു വർഷം അവിടെ ശമ്പളം കിട്ടുന്ന ആൾക്ക് $1,80,000 ആ കമ്പനി അവിടെ ചെലവാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അമേരിക്കയിലേക്ക് ജോലിക്ക് വയ്ക്കുന്നതിൽ നിന്ന് അമേരിക്കൻ കമ്പനികൾ പിൻവാങ്ങേണ്ടി വരും. അങ്ങനെ അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു നീക്കത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് കടന്നിരിക്കുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒരു നല്ലതായിട്ടുള്ളൊരു നീക്കമാണ്. കാരണം അമേരിക്കയ്ക്ക് അകത്തുള്ള ആളുകൾക്ക് അവിടെ തൊഴിൽ കൂടുതൽ കിട്ടുമെന്നുള്ളത്, അവിടെ അമേരിക്കയ്ക്ക് അകത്തുള്ള ആളുകൾക്ക് ട്രംപിനോടുള്ള ഒരു താല്പര്യം കൂടുകയും ട്രംപിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഊർജ്ജം ഉണ്ടാകും. പക്ഷേ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ നയതന്ത്രപരമായിട്ടും അമേരിക്കയ്ക്ക് ഇത് ഭാവിയിൽ ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാകും. കാരണം ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോൾ അധിക ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടും കൂടെ അമേരിക്ക എടുത്തിരിക്കുന്നത്. അതിൽ 70% പേർ ഇന്ത്യക്കാരും 12% പേർ ചൈനക്കാരുമുണ്ട്. ആകെ 100%-ൽ 82% അല്ലെങ്കിൽ 83% ആളുകൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് താരിഫ് അടക്കം മറ്റു കാര്യങ്ങളിലേക്ക് അടക്കമുള്ള അത് നയതന്ത്രപരമായി എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ H-1B വിസ കൂടെ വന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണെങ്കിലും ചെറിയ ചില വശങ്ങളുണ്ട് പോസിറ്റീവായിട്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള കുടിയേറ്റം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് കൂടുതൽ ആളുകളെ അമേരിക്കൻ കമ്പനികൾ വിളിക്കാതിരുന്നാൽ ഇന്ത്യക്കാർ ഇന്ത്യയിൽ തന്നെ തുടരാനുള്ള, അമേരിക്കയിലേക്ക് പോകുന്ന ആൾക്കാരെങ്കിലും ഇന്ത്യയിൽ തുടരാനൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ബുദ്ധിയും കഴിവുമെല്ലാം ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയും. അത്തരത്തിലേക്കൊരു സാഹചര്യത്തിലേക്ക് പോകും. അതിന് ഇന്ത്യൻ സർക്കാർ എന്താണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ കേന്ദ്ര സർക്കാർ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം വളരെ കരുതലോടെ
ഇതോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ H-1B വിസയിൽ ഇത്തരത്തിലൊരു ഫീസ് ഉൾപ്പെടുത്തിയ കാര്യം സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. എന്തായാലും ഹ്യൂമാനിറ്റേറിയൻ കോൺസിക്വൻസസ് ഉണ്ടാക്കുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ H-1B വിസയിൽ ഫീസ് കൊണ്ടുവരുന്ന കാര്യം വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ മേൽ ഉണ്ടാക്കുന്ന ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്, അത് വലിയ ശാപമാണ് എന്നുള്ളൊരു കാര്യം നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ആ നരേന്ദ്രമോദി അക്കാര്യം പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റു രാജ്യങ്ങളെ അധിക ചുങ്കത്തിലടക്കം അമേരിക്കയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ H-1B വിസയുടെ കാര്യത്തിലും അവിടുത്തെ ഇന്ത്യക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും തിരിച്ചടി വന്നതോടെ സ്വയം പര്യാപ്തതയിലേക്ക് എങ്ങനെ കടക്കാമെന്നുള്ള കാര്യത്തിലേക്ക് നമ്മുടെ സർക്കാർ ചിന്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ 21-ാം തീയതി, അതായത് നാളെ മുതലാണ് ഇപ്പോൾ H-1B വിസയ്ക്ക് ഇത്തരത്തിലൊരു $1,00,000 ഏർപ്പെടുത്തിയ നിയമം നിലവിൽ വരിക. പുതിയതായിട്ട് എടുക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ നിയമം നിലവിൽ വരിക. അതേസമയം തന്നെ നിലവിൽ 3 വർഷം വരെ ഒരു H-1B വിസ ഒരാൾക്ക് അനുവദിച്ചാൽ അത് 3 വർഷത്തേക്കാണ് അതിന് കാലാവധി ഉണ്ടാവുക. എന്നാൽ 21-ാം തീയതി മുതൽ അത് 1 വർഷത്തേക്ക് ചുരുക്കും. അതായത് കൂടുതൽ ഇനിയിപ്പോൾ ഓരോ വർഷവും അത് പുതുക്കേണ്ടി വരുമ്പോൾ വർഷാവർഷം ഇതുപോലെ $1,00,000 കമ്പനികൾ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് എത്ര കമ്പനികൾ തൊഴിലാളികളെ അമേരിക്കയിൽ നിർത്തും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ കുടിയേറ്റ നിയന്ത്രിച്ചിട്ട് നിയമപരമായുള്ള കുടിയേറ്റത്തിലൂടെ തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് എങ്ങനെയാകും? കൂടുതൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അത് കാത്തിരുന്ന് കാണാം. ഏറ്റവും അടുത്ത സുഹൃത്തിന് ആശംസകളൊക്കെ അർപ്പിച്ച് ട്രംപ് വന്നപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറുന്നു, എല്ലാം സ്മൂത്തായി പോകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ പിഴച്ചുങ്കത്തിന് പിന്നാലെ ഒരടി കൂടി ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മനം നൊന്ത് ആത്മഹത്യ. തിരുവനന്തപുരത്ത് പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് BJP കൗൺസിലർ ജീവനൊടുക്കി. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ K. അനിൽകുമാറിനെയാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്ന ആരോപണം കുറിപ്പിലുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഇതിനിടെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഇന്ന് രാവിലെ 8:30 മണിയോടെ തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികളും പുറത്തു വന്നിരുന്നു. അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടി രൂപയിലധികം വായ്പ നൽകിയിരുന്നു. വായ്പ കൊടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. എല്ലാ കുറ്റവും തൻ്റെ പേരിലായി. താൻ ഒറ്റപ്പെട്ടു. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് BJP നേതാക്കളും സ്ഥിരീകരിക്കുന്നു. തിരുമല വാർഡിൻ്റെ ജനപ്രിയ കൗൺസിലർ കൂടിയായിട്ടുള്ള തിരുമല അനിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തിരുമലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, നിരാശാജനകമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. തിരുമല അനി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അതോടൊപ്പം തിരുമല വാർഡിലും തൃക്കണ്ണാപുരം വാർഡിലും 2015-ലും 2020-ലും 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച തിരുമല അനിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു വേർപാടാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അനിൽകുമാർ കുറച്ചുനാളായി കൗൺസിലിൽ ഹാജരായിരുന്നില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച്, നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവായി കൗൺസിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചു നാളായി അദ്ദേഹം സജീവമായി കൗൺസിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും
ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബോഡി മോർച്ചറിയിലാണുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിതിന് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ സഹായം അഭ്യർത്ഥിച്ച് തന്നെ അനിൽ വന്ന് കണ്ടിരുന്നു എന്ന് അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ BJP പ്രവർത്തകരുടെ വിമർശനം ഉണ്ടായി. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിനെ സംബന്ധിക്കുന്ന മാധ്യമ വാർത്തകൾക്കെതിരെ BJP പ്രവർത്തകർ രംഗത്തെത്തി. നിരവധി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. ന്യൂസ് 18 ക്യാമറാമാൻ സന്തോഷ് മണക്കാടിനും ക്യാമറാമാനും KUWJ ജില്ലാ ട്രഷററുമായ G പ്രമോദിനും മർദ്ദനമേറ്റു. G പ്രമോദിന്റെ ക്യാമറയും ന്യൂസ് 18 കേരളയുടെ ക്യാമറയും അടിച്ചു തകർത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നഗരസഭയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. Presenting the Maruti Suzuki Victoris. Got it all. ഇടവേള. വിശ്വാസി സമൂഹത്തെ ഒപ്പം നിർത്തിയും ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തും ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടന്നു. സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. ശബരിമലയ്ക്ക് അതിൻ്റേതായ ഐതിഹ്യമുണ്ടെന്നും അത് സമൂഹത്തിലെ അധസ്ഥിതരുമായി ബന്ധപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ സ്ഥലമാണ് ശബരിമല. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭഗവത്ഗീത ഉദ്ധരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്. ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. നിരവധി പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തമിഴ്നാട്ടിലെ മന്ത്രിമാരായ PK ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ എന്നിവർ മാത്രമാണ് സംഗമത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരായി എത്തിയത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം സംഗമത്തെ എതിർക്കുന്നവർക്കുള്ള രാഷ്ട്രീയ മറുപടിയായി. ദേവസ്വം മന്ത്രി VN വാസവനാണ് ഈ കത്ത് ഉദ്ഘാടന വേദിയിൽ വായിച്ചത്. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. Dear Sri VN Vasavanji, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devaswam Board. Lord Ayyappa is the divine protector of Dharma. Perspective Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, Yogi Adityanath. UDF ഈ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം ഈ സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കപട ഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്.
ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ? കേസുകൾ പിൻവലിക്കുമോ? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന്. അയ്യപ്പ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യപ്പ സംഗമം സമാപിക്കുമ്പോൾ സർക്കാർ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നടന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാരിന് എന്തായാലും ഇത് രാഷ്ട്രീയ നേട്ടം. വിമർശനങ്ങൾ ഉന്നയിച്ചവരെ ഒപ്പം നിർത്താൻ സാധിച്ചു എന്നത് സർക്കാരിന് ഉറപ്പായും നേട്ടമാണ്. അതേസമയം അയ്യപ്പ ഭക്തർക്ക് എങ്ങനെയാണ് ഈ സംഗമം ഗുണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. ചർച്ചകളിൽ ഇന്ന് പക്ഷെ പൊതുവെ ഉയർന്നു വന്നത് സ്ഥിരം നിർദ്ദേശങ്ങളും പരിഹാരമാർഗങ്ങളും ഒക്കെ തന്നെയായിരുന്നു. കാലങ്ങൾ പഴക്കമുള്ള ഉറപ്പുകൾ മാത്രമേ ഇന്നും അവിടെ കേട്ടുള്ളൂ. അതേസമയം ഈ പ്രതീക്ഷിച്ച അത്ര വിശ്വാസികൾ ഈ സംഗമത്തിൽ എത്താതിരുന്നതും ചർച്ചയാവുകയാണ്. പമ്പയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ വിവരങ്ങൾ. സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമം സമാപിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സർക്കാരിന് ഇത് എങ്ങനെ നേട്ടമായി. 2, ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇതെങ്ങനെ ഗുണകരമായി മാറും. ഒന്നാമത്തേത് സർക്കാരിന്റെ നേട്ടം. സർക്കാരിന് ഇതൊരു രാഷ്ട്രീയ നേട്ടമായിട്ടുണ്ട്. കാരണം സർക്കാരിനെ അയ്യപ്പ ഭക്തരുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന സംഘടനകളെ ഒരുമിച്ച് ഒരേ വേദിയിൽ ഒപ്പം ചേർക്കാൻ കഴിഞ്ഞു. അതും അയ്യപ്പ ഭക്തർക്ക് വേണ്ടി. ഇത് സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ നേട്ടമായി തന്നെ കണക്കാക്കാം. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ച NSSനെയും അന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണത്തിന് വേണ്ടി സർക്കാരിന് ഒപ്പം അണിചേർന്ന SNDPയെയും KPMSനെയും ഒരേ വേദിയിൽ എത്തിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞത് ഒരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഗുണകരമായി മാറാം. അതിന് 2 അഭിപ്രായം, അല്ലെങ്കിൽ അത് സമീപ ഭാവിയിൽ അത് ഗുണകരമാകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിന് ഉദാഹരണം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച അയ്യപ്പ ഭക്തരുടെ വികാരമാണ്. അവർ നേരത്തെയും ഇതേ വിഷയങ്ങൾ തന്നെ, അതായത് ശബരിമലയിൽ സുഖകരമായ ദർശനം സാധ്യമാകുന്നില്ല, അതുപോലെ തന്നെ ശബരിമലയിലെയും പമ്പയിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടില്ല, ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യത്തിന്റെ അപര്യാപ്തത, ഇവിടുത്തെ മാലിന്യങ്ങൾ, ഇതെല്ലാം നേരത്തെയും ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനമായ നയം അല്ലെങ്കിൽ പൊതുനയം എന്നുള്ളത്. അത് അയ്യപ്പ ഭക്തർ ഉന്നയിച്ചിരുന്നു ഈ വിഷയം ഈ ചർച്ചകളിൽ എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ എത്തുന്ന ശബരിമലയിൽ വർഷങ്ങളോളം സ്ഥിരമായി എത്തുന്ന അയ്യപ്പന്മാർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള ഉറപ്പ് മാത്രമാണ് സർക്കാരിന് നൽകാൻ ഇപ്പോഴും കഴിയുന്നത്. അതായത് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന വിഷയം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ട് അതിപ്പോൾ തന്നെ പരിഹരിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഉറപ്പ് നൽകുമ്പോൾ അത് അയ്യപ്പ വിശ്വാസികൾ എന്തായാലും അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പിന്നെ ഇതിനുമപ്പുറം ശബരിമല വിമാനത്താവളം, ശബരിമലയിലേക്കുള്ള ശബരി റെയിൽ, ഇവയൊക്കെ യാഥാർത്ഥ്യമാകും എന്ന് സർക്കാർ പറയുമ്പോഴും ഇതും വർഷങ്ങളോളം ഞങ്ങൾ കേട്ട കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് അയ്യപ്പന്മാർ പറയുന്നത്. അപ്പോൾ ഇത് ആകെ തുകയായി അയ്യപ്പ സംഗമത്തെ കാണുകയാണെങ്കിൽ സർക്കാരിന് ഇതൊരു രാഷ്ട്രീയ നേട്ടമായി. ശബരിമലയെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സർക്കാരിന് കഴിയും. പക്ഷേ ഈ അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നു, ഇവിടെ ശബരിമലയുടെ വരുമാനം കൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം സമീപ ഭാവിയിൽ സാധ്യമാകും എന്നതിൽ സംശയം നിലനിൽക്കുക തന്നെയാണ്. പമ്പയിൽ നിന്ന് ക്യാമറമാൻ C വിനോദിനൊപ്പം മഞ്ജുഷ് ഗോപാൽ, ന്യൂസ് 18. ആഗോള അയ്യപ്പ സംഗമത്തിലെ സെമിനാറിൽ പങ്കെടുത്തവരുടെ എണ്ണത്തിൽ വലിയ കുറവെന്ന് സമ്മതിച്ചു ദേവസ്വം മന്ത്രി VN വാസവൻ. നേരിട്ട് രജിസ്റ്റർ ചെയ്ത പങ്കെടുത്തവരുടെ എണ്ണം 650 മാത്രമായിരുന്നു. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർ 5000 ഉണ്ടായിരുന്ന സ്ഥാനത്താണിത്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. പമ്പാ തീരത്ത് മനോഹരമായ ഈ പന്തലിൽ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ നടന്നു വന്ന സംഗമം, ഏതാണ്ട് 4000-ൽ പരം ആളുകൾ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്.
സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയമായോ എന്ന് ചോദ്യം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് അത്രയധികം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഈ ഡെലിഗേറ്റ്സിന്റെ ഒരു സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരണഘടനാപരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ 2 മന്ത്രിമാരെ മാത്രമാണ് പങ്കെടുത്തത്. അതിനിടയിൽ ഒരു മന്ത്രി അല്പമൊന്ന് തനിക്കൊരു പ്രാധാന്യം നൽകി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ക്ഷണിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും ഈ യോഗി ആദിത്യനാഥ് ആശംസ അർപ്പിച്ചുകൊണ്ട് നൽകിയ കത്താകും ഇനിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് അടക്കം ഉയർത്തിക്കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് ഗുണം ചെയ്യുമെന്ന് തന്ത്രി കണ്ഠരര് മോഹനര്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട ഏത് പരിപാടിയിലും സഹകരിക്കും. 22-ന് പന്തളത്ത് പരിപാടിയിലും ക്ഷണമുണ്ട്. പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും തന്ത്രി പറഞ്ഞു. ഈ 22-ാം തീയതി പരിപാടി ഉണ്ടല്ലോ പന്തളത്ത്, അതിന് പോകുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പങ്കെടുക്കാൻ ഭഗവാന്റെ കാര്യമല്ലേ, എല്ലാവരുടെ ഉദ്ദേശം ഭഗവാൻ അയ്യപ്പനല്ലേ. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ്. വനം മന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിമർശനം. ഇന്ന് ഈ അയ്യപ്പ സംഗമ വേദിയിലായിരുന്നു ആ വിമർശനം. വനം മന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും കണ്ടാൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണോ എന്ന സംശയം തോന്നുമെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. വനം വകുപ്പ് സർക്കാരിന്റെ ഭാഗമല്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പെട്ടതാണ് വനവകുപ്പ് മന്ത്രി. ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ, ഭരണക്കാർ എവിടെ കിടക്കണോ, ഇത് 2 ഭരണമാണോ എന്ന് വരെ ഇവിടെ എനിക്ക് സംശയമാണ്. എന്ന് വന്നാൽ ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു, അതല്ലെങ്കിൽ ഷെഡ് കെട്ടിയാൽ അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ ഉത്സവ സീസണിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. Presenting the Maruti Suzuki Victoris. Got it all. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. പിണറായി വിജയൻ ഇതുവരെ ഇല്ലാതിരുന്ന ഭക്തി ഇപ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത ഭക്തി ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അയ്യപ്പൻ്റെ ശാപം ഒന്ന് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഉണ്ട് എന്നെങ്കിലും പറയുന്നത് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങിപ്പോരുന്നതാണ് നല്ലത്. അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ചെറിയൊരു പരിഭവ കാഴ്ചയുമുണ്ടായി. വേദിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് IT മന്ത്രി പളനിവേൽ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേവസ്വം ബോർഡ് അംഗം അജികുമാർ അനുനയിപ്പിച്ചാണ് പളനിവേലിനെ മടക്കി കൊണ്ടുവന്നത്. ദേവസ്വം മന്ത്രി VN വാസവനെ ഇക്കാര്യം അറിയിച്ച് അടുത്ത പ്രസംഗത്തിനായി പിന്നീട് പളനിവേലിനെ വിളിച്ചു. വെള്ളാപ്പള്ളി നടേശനെയും സംഗീത് കുമാറിനെയും പ്രസംഗിക്കാൻ വിളിച്ചിട്ടും തന്നെ വിളിക്കാത്തതാണ് പളനിവേലിനെ പ്രകോപിപ്പിച്ചത്. അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറ് പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിനുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കാണിക്കുന്ന അടുത്ത രാഷ്ട്രീയ നീക്കമായി ഇതിനെ കാണുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെന്റ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. സൈബർ ആക്രമണത്തിൽ നടപടി. സൈബർ ആക്രമണത്തിനെതിരെ CPM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ ഊർജിതമാക്കി. പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചെന്നും സ്ത്രീകളെ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നും KJ ഷൈൻ പറഞ്ഞു. KN ഉണ്ണികൃഷ്ണൻ MLA ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയും നൽകി. വിമർശനങ്ങളുമായി അമിത് ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ എല്ലാം ശക്തമായി പ്രതിരോധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ.
പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ തരം താഴ്ന്ന രാഷ്ട്രീയമാണെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ പ്രതിപക്ഷ നേതാക്കളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. പ്രതിപക്ഷത്തിന്റെ ജോലി അഴിമതി തുറന്നു കാട്ടുക എന്നതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രിക്കെതിരെ അത്തരം തെളിവുകളില്ല. അതിനാൽ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നതെന്നും ഇത്തരം രീതികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ ഇല്ലാതാക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. മോദിജിനെ मल्टी पार्टी पार्लियामेंट्री डेमोक्रेटिक सिस्टम को पुष्ट करने के लिए हमेशा आग्रह रखा है कि संसदीय सूचिता और पार्लियामेंट्री डिसिप्लिन ये दोनों का पालन किया जाना चाहिए. और मैं मानता हूं कि देश की जनता ने कभी न कभी क्षीण नीर करना पड़ेगा. പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി, മമതാ ബാനർജി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് നടത്തുന്ന അധിക്ഷേപങ്ങൾ ഇങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോട് രാഷ്ട്രീയം തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് ചുരുങ്ങുന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. भाषा का जो प्रयोग करते हैं, इस प्रकार की राजनीति को जो बल देते हैं, ऐसे लोगों ने जनता ने दंड देना चाहिए. किसी भी व्यक्ति का भ्रष्ट आचरण हो तो वो उसकी व्यक्तिगत बात नहीं बनती है, सार्वजनिक होती है. उसके भ्रष्टाचार को उजागर करना वो विपक्ष का जिम्मेदारी भी है. നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും പ്രതിപക്ഷം ആക്ഷേപിക്കുകയാണ്. ഇത്തരം നടപടികൾ ജനാധിപത്യ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നില്ലെന്നും അത്തരം നേതാക്കളെ തെരഞ്ഞെടുപ്പുകളിൽ ശിക്ഷിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. മോദിജി की स्वर्गीय माताजी के लिए अपशब्द बोल देना, ये हमारी देश की लोकतांत्रिक राजनीति को पुष्ट नहीं करेगा. और मैं देश की जनता को जरूर कहना चाहूँगा कि ऐसे लोगों को दंडित करना चाहिए चुनाव के माध्यम से. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് എന്നാണ് അമിത്ഷാ പാർലമെന്റിനെ വിശേഷിപ്പിച്ചത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തത്വങ്ങളെയും നയങ്ങളെയും കുറിച്ച് ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായിരിക്കണം പാർലമെന്റെന്നും അത്തരം ചർച്ചകൾക്ക് ഇതിലും വലിയ വേദി വേറെയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ എംപിമാർ ഇതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. Presenting the Maruti Suzuki Victoris. Got it all. പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഇനി 365 ദിവസവും 5G സേവനവുമായി ജിയോ. മുൻപ് തീർത്ഥാടന സീസണിൽ മാത്രമായിരുന്നു ജിയോ 5G സേവനങ്ങൾ പമ്പയിലും നിലയ്ക്കലും ലഭ്യമായിരുന്നത്. എന്നാൽ ഇനി ജിയോ എയർ ഫൈബർ മുഖേനയുള്ള ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ലഭ്യമാകും. ജിയോ മൊബൈൽ സേവനങ്ങൾക്ക് 1.1 കോടി ഉപഭോക്താക്കളും ബ്രോഡ്ബാൻഡിന് 5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളുമാണ് നിലവിൽ കേരളത്തിലുള്ളത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ PR നാഥൻ അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചെറുകഥാകൃത്ത്, യാത്രാവിവരണ എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് PR നാഥൻ. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27-ന് കൊല്ലം അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് പ്രവർത്തനം ആരംഭിച്ചു. സാധാരണ ഷോപ്പിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ അനുഭവിച്ചറിഞ്ഞു വാങ്ങാൻ കഴിയുമെന്നതാണ് ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിന്റെ പ്രത്യേകത. എപ്പിക് ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും ചേർന്ന് നിർവഹിച്ചു. ലോകത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതിനൊപ്പം പ്രീമിയം സർവീസ് ക്ലാസ് ആംബിയൻസുമാണ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിന്റെ മറ്റൊരു പ്രത്യേകത. ഷോറൂമിന്റെ 2 ഫ്ലോറുകളിലായി സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ഹോം കിച്ചൺ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, IT പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, സെക്യൂരിറ്റി സിസ്റ്റംസ്, കസ്റ്റം മെയ്ഡ് കമ്പ്യൂട്ടറുകൾ, ഹോം ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് തുടങ്ങിയവ ലഭ്യമാകും. മോഡുലാർ കിച്ചൺ ലൈവ് എക്സ്പീരിയൻസും ഒരുക്കിയിട്ടുണ്ട്. കുറച്ചധികം വർഷങ്ങളായിട്ട് തന്നെ മൈജി ഫാമിലിയുടെ തന്നെ ഒരു ഭാഗമായിട്ട്
കേൾക്കാനുള്ളൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈജിയുടെ യാത്രയിൽ ഓരോ മൈൽ സ്റ്റോണും വളരെ അഭിമാനത്തോടെയാണ് ഞാൻ കണ്ടു നിന്നിട്ടുള്ളത്. ഇന്ന് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഒരു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭയങ്കര ഒരു ഉത്സവ അന്തരീക്ഷം പോലെയാണ്. വളരെ എപ്പിക്കായിട്ടുള്ളൊരു മൊമെന്റാണ് മൈജിയുടെ ജേർണിയിലുള്ളത്. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.